ജൂലൈ 12-ാം തീയതിയാണ് നിങ്ങളുടെ ശിക്ഷ നടപ്പിലാക്കുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം. എനിക്ക് എന്റെ അച്ഛനെ ഒന്ന് കാണണം. മറ്റെന്തെങ്കിലും? ഒന്നുമില്ല. ഉണ്ണിയെ കൊല ചെയ്തത് അച്ഛനാണെന്ന് എനിക്കറിയാം. ഞാൻ കണ്ടു. എന്തിനാ മോനെ നീ ഇത് ചെയ്തത്? എന്തിനാ നീ ചെയ്യാത്ത കുറ്റം ഏറ്റത്? എനിക്ക് മരിക്കാൻ സന്തോഷമാണ് അച്ഛ. മോനെ, അറിഞ്ഞോ അറിയാതെയോ എന്റെ അച്ഛനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം. അടുത്ത ജന്മത്തിലും അച്ഛന്റെ മകനായി ജനിക്കാൻ എനിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. മോനെ, നിനക്കൊന്നും പറ്റില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിന്നെ തൂക്കിടാൻ ഞാൻ സമ്മതിക്കില്ല. കുഞ്ഞുലക്ഷ്മി, 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 കുഞ്ഞുലക്ഷ്മി. മോളെ, ഉണ്ണിയെ കൊന്നത് ഞാനാണ്, എന്റെ മോനല്ല. അതേ മോളെ, എന്നെ വിശ്വസിക്കും മോളെ, ഞാനാണ് ഉണ്ണിയെ കൊന്നത്. അമ്മാവൻ എന്തൊക്കെയാ പറയുന്നേ? എന്റെ മോളെ ചതിച്ചവനെ, അവളെ കൊല്ലിച്ചവനെ, ആ ദ്രോഹിയെ ഞാനെന്ത് നേരം വെളുപ്പിച്ചില്ല. എന്റെ മോളുടെ ചിതയിലെ ചൂട് മാറുന്നതിന് മുമ്പ് അന്ന് രാത്രി അവനെ ഞാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛ. എന്നെ ചതിച്ചതാണ് അച്ഛ. നീ പേടിക്കണ്ട മോളെ, ഞാൻ അവനെ രക്ഷിക്കും. കല്യാണ പന്തലിരുത്തി നിന്റെ കഴുത്തില് എന്റെ മോനെ കൊണ്ട് ഈ അമ്മാവൻ താലി കെട്ടിക്കും. നീ ആരോടാണ് സംസാരിക്കുന്നതെന്നറിയാമോ? നീ ഇതിനു മുമ്പും പലരോടും ഇത് പറഞ്ഞായി ഞാൻ അറിഞ്ഞു. നീയാണിത് ചെയ്തതെന്നതിന് വല്ല തെളിവുണ്ടോ? മകനെ രക്ഷിക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം കള്ളം പറഞ്ഞാണെന്നാണ് ആളുകൾ പറയുന്നത്. എന്റെ പൊന്നു മോളെ അവൻ ചതിച്ചു കൊന്നു.
എന്റെ കരളാണ് മോനെ ആ ചിതയെ കിടന്നിരിഞ്ഞത്. അന്ന് രാത്രി അവനെ നേരെ വെളുപ്പിച്ചില്ല. ഈ കൈ കൊണ്ടാണ് മോനെ അവന്റെ കഴുത്തി ഞാൻ ഞെരിച്ചു കൊന്നത്. ഞാൻ അവന്റെയും കാല് പിടിച്ചതാണേ മോനെ, പിഞ്ചിയതാണേ മോനെ. ദിലീപ് കോടതിയിൽ കുറ്റം സമ്മതിച്ചതല്ലേ? ഡോക്ടർ ശ്രീനിവാസൻ ഭാര്യ അത് കണ്ടതല്ലേ? എന്താ നീ പറയുന്നത്? അതെല്ലാം എനിക്ക് വേണ്ടി എന്റെ മോൻ ഏറ്റെടുത്താണേ മോനെ. എന്റെ മോനല്ല അത് ചെയ്തത്, ഞാനാണേ മോനെ. എങ്ങനെയെങ്കിലും എന്റെ മോനെ. വേലപ്പാ, ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ. നീ ഇന്നിവിടെ വരാൻ പാടില്ലായിരുന്നു. നിയമത്തിന്റെ പരിധി വിട്ടൊരു ബന്ധം ഒരു ന്യായാധിപനും ആരോടുമില്ല. നീ ഉടനെ ഇവിടുന്ന് പോകണം. എനിക്ക് പോകാൻ വേറെ ഒരിടവുമില്ലേ മോനെ. എന്നെ കൈപടിയില്ലേ മോനെ, ഞാൻ കാല് പിടിക്കേ മോനെ. എന്റെ കൈകൾ പിന്നിലോട്ട് വലിച്ചു കെട്ടുമ്പോൾ അച്ഛന്റെ കൈകൾ വിറയ്ക്കരുത്. എന്റെ മുഖത്ത് കറുത്ത തുണിയിട്ട് മൂടുമ്പോൾ അച്ഛന്റെ കണ്ണുകൾ നിറയരുത്. സന്തോഷത്തോടു കൂടി എന്നെ യാത്രയാക്കണം. അടുത്ത ജന്മം വരെ എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഞാൻ തപസ്സിരിക്കും. പ്രതി ദിലീപ് ഡോക്ടർ ശ്രീനിവാസന്റെ മകൻ ഉണ്ണികൃഷ്ണനെ പ്രതികാരവാഞ്ചയോടുകൂടി തെളിവായി കോടതിക്ക് ലഭിച്ച കത്തിയാൽ കുത്തിക്കൊലപ്പെടുത്തി എന്നത് സംശയാതീതമായി തെളിയിക്കപ്പെട്ടതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് പ്രകാരം പ്രതി ദിലീപിനെ മരിക്കുന്നതുവരെ തൂക്കാൻ വിധിച്ചിരിക്കുന്നു.